ഹലോ ഫ്രണ്ട്സ്, പ്രീ ഫോർ യു ലേണിംഗ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, അധ്യാപക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അതായത് DLED BEd സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം KTET നേടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ KTET കോച്ചിങ് റിലേറ്റഡായ വീഡിയോ ആണ് ഈ സീരീസിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് മാത്സിൻ്റെ ചില ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വർഷം നടന്ന KTET കാറ്റഗറി 1 മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 5, 3, 2, 4 A ഈ ഒരു സംഖ്യയിലെ അക്കങ്ങൾ വ്യത്യസ്തവും സംഖ്യ 3ന്റെ ഗുണിതവുമായാൽ എയുടെ സ്ഥാനത്ത് വരുന്ന അക്കം ഏത് എന്ന്. നമുക്കിവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 3ന്റെ ഗുണിതങ്ങളായ സംഖ്യകളുടെ പ്രത്യേകത നമുക്കറിയാം അല്ലേ? എന്താണെന്ന് വെച്ചാൽ എല്ലാ സംഖ്യകളും കൂട്ടിയാൽ 3ന്റെ ഗുണിതമായിരിക്കും. അപ്പോൾ നമുക്കിത് നോക്കാം. 5, 3, 2, 4 ഇവിടെ സംഖ്യകൾ ആഡ് ചെയ്ത് നോക്കാം. 5, 3, 8, 8, 2, 10, 4, 14. 14 ഉള്ളത്. ഇപ്പോൾ ഇനി 14നോട് ഇതിലൊരു സംഖ്യ കൂട്ടിയാൽ 3ന്റെ ഗുണിതമായിരിക്കും. അപ്പോൾ ഇവിടെ 7 കൂട്ടി നോക്കാം. ആദ്യം 14 + 7 21 അല്ലേ? 21 3ന്റെ ഗുണിതമാണ്. മറ്റേത് സംഖ്യ എടുത്താലും നമുക്ക് 3ന്റെ ഗുണിതമായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്രത്തിൽ AB, PQ എന്നീ വരകൾ സമാന്തരമാണ്. കൂടാതെ കോൺ ABC = 110 ഡിഗ്രി, കോൺ CPQ = 120 ഡിഗ്രി ആയാൽ കോൺ സിയുടെ അളവ് എത്ര? ഇവിടെ നമുക്കൊരു ഫിഗറിൽ കോണുകളുടെ അളവുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫിഗറിൽ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ഈ ലൈൻ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഡോട്ടർ ലൈനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ത്രികോണം കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം, ഒരു രേഖീയ ജോഡിയിലെ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇവിടെ 120 ഡിഗ്രി ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കോണെന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഞാൻ ഈ ഒരു AB എന്ന ലൈൻ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇവിടെ നമുക്ക് 110 ഡിഗ്രിയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു കോണെന്ന് പറയുന്നത് 70 ഡിഗ്രി ആയിരിക്കും അല്ലേ? അതുപോലെ നമുക്കറിയാം, AB, PQ എന്നീ വരകൾ സമാന്തരമാണ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കോണിന്റെ അളവ് തന്നെയായിരിക്കും ഈ ഒരു അകത്തുള്ള കോണിലും വരുന്നത്. ഇപ്പൊ നമുക്കൊരു ത്രികോണം കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇവിടെ 2 കോണുകളുണ്ട്, 70 + 60. അപ്പോൾ നിലവിൽ 130 ഡിഗ്രി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കോണിന്റെ അളവ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇനി 180 ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് 50 ഡിഗ്രി കൂടി മതിയാവും. അപ്പോൾ കോൺ C എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം: ജ്ഞാന നിർമ്മിതിവാദത്തിലൂന്നിയ ഒരു ഗണിത ക്ലാസ്സിൽ പ്രശ്ന നിർദ്ധാരണത്തിന് ടീച്ചർ സ്വീകരിക്കേണ്ട ഏറ്റവും അനുയോജ്യമായ മാർഗം ഏത്? ഓപ്ഷൻ A, ടീച്ചർ പ്രശ്നം നിർദ്ധാരണം ചെയ്ത് വിശദീകരിക്കുന്നു. ഓപ്ഷൻ B, ടീച്ചർ പ്രശ്നം ഒരു അസൈൻമെൻ്റായി നൽകുന്നു. ഓപ്ഷൻ C, ടീച്ചർ കുട്ടികളോട് പ്രശ്നം നിർദ്ധാരണം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഓപ്ഷൻ D, പ്രശ്നം സ്വയം നിർദ്ധാരണം ചെയ്യാൻ ടീച്ചർ കുട്ടികളെ സഹായിക്കുന്നു. ഇത് വളരെ എളുപ്പമാണ്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഓപ്ഷൻ D, അതായത് പ്രശ്നം സ്വയം നിർദ്ധാരണം ചെയ്യാൻ ടീച്ചർ കുട്ടികളെ സഹായിക്കുന്നു എന്നതാണ് ഉത്തരം. 4ാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പൂർണ്ണവർഗം അല്ലാത്തത് ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസിനെ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതാം. 2 × 6 × 15 എന്ന സംഖ്യയെ ഞാൻ 3 × 5 എന്ന് എഴുതുന്നു. അടുത്ത ഓപ്ഷൻ 4 × 15 എന്നതിനെ ഞാൻ വീണ്ടും 3 × 5 എഴുതുന്നു. ഈ ഒരു ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇത് 4ഉം 9ഉം 25ഉം പൂർണ്ണവർഗം തന്നെയാണ്. അതുകൊണ്ട് ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഓപ്ഷൻ 2 × 15നെ ഞാൻ 3 × 5 എന്ന് എഴുതുന്നു.
ഓക്കെ. ഇനി ഇവിടെ 5ഉം 5ഉം പൂർണ്ണവർഗ്ഗമാണ് അല്ലേ. 5 × 5 എന്നത് നോക്കേണ്ട ആവശ്യമില്ല. 2 × 6 × 3 ഈക്വൽ ടു 36. 36 ഒരു പൂർണ്ണവർഗ്ഗമാണെന്ന് നമുക്കറിയാം. ഓക്കെ, അതുകൊണ്ട് ഇതല്ല. അടുത്ത ഓപ്ഷൻ 3 3 2 തവണ വന്നിട്ടുണ്ട്. 5 5 2 തവണ വന്നിട്ടുണ്ട്. 4 എന്നത് ഒരു പൂർണ്ണവർഗ്ഗം തന്നെയാണ്. അപ്പോൾ ഇതും അല്ല ആൻസർ. അടുത്തത് ഓപ്ഷൻ ആൻസർ അല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നാലാമത്തെ ഓപ്ഷൻ തന്നെ ആയിരിക്കുമല്ലോ, നമുക്ക് ചെയ്ത് നോക്കാം. 2 × 2 വന്നിട്ടുണ്ട്. 5 × 5 വന്നിട്ടുണ്ട്. ഇവിടെ 3 ഉള്ളൂ. അതുകൊണ്ട് പൂർണ്ണവർഗ്ഗം അല്ലാത്ത ഓപ്ഷൻ ഇതാണ്. അടുത്ത ചോദ്യം, 0 എന്ന സംഖ്യ അവതരിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ചതുഷ്ക്രിയ ഏതാണ്? ഓപ്ഷൻ എ ഗുണനം, ഓപ്ഷൻ ബി ഹരണം, ഓപ്ഷൻ സി സങ്കലനം, ഓപ്ഷൻ ഡി വ്യവകലനം. പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണിത്. ഇതിൻ്റെ ഉത്തരം വ്യവകലനം എന്നാണ് വരുന്നത്. ആറാമത്തെ ചോദ്യം, രാവിലെ 4:40 കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ഒരു KSRTC ബസ് അന്നേ ദിവസം വൈകിട്ട് 4:20 തിരുവനന്തപുരത്ത് എത്തുന്നുവെങ്കിൽ യാത്രയ്ക്കെടുത്ത സമയം എത്ര? ഞാൻ ഓപ്ഷൻസ് തരുന്നില്ല, നമുക്ക് ചെയ്തു നോക്കാം. രാവിലെ 4:40 യാത്ര ആരംഭിക്കുന്നത്. വൈകിട്ട് 4:20 തിരുവനന്തപുരത്ത് എത്തി. ഓക്കെ, അപ്പോൾ ഇനി 4:40 പുറപ്പെട്ട് വൈകിട്ട് 4:40 ഈ വണ്ടി എത്തിയതെങ്കിൽ ആകെ യാത്രയ്ക്കെടുത്ത സമയം 12 മണിക്കൂറാണ് അല്ലേ. ഓക്കെ, അപ്പോൾ 4:40 ആയിട്ടില്ല, ഇവിടെ 4:20 ആയിട്ടുള്ളൂ. ഒരു 20 മിനിറ്റിന്റെ കുറവുണ്ട്. അപ്പോൾ ഈ 12 മണിക്കൂറിൽ നിന്ന് 20 മിനിറ്റ് കുറച്ചാൽ മതിയാവും. അതായത് 11 മണിക്കൂറും 40 മിനിറ്റ്. ഇതാണ് ആൻസർ. അടുത്ത ചോദ്യം ഇതാണ്, ചിത്രത്തിൽ ആകെ എത്ര ത്രികോണങ്ങളുണ്ട്? ഓക്കെ, വളരെ സിമ്പിളാണ്, നമുക്കിത് ചെയ്തു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ചെറിയ ത്രികോണങ്ങൾ ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ത്രികോണം ഉണ്ടല്ലേ, ഇതൊരു ത്രികോണമാണ്. അതുപോലെ ഇതൊരു ത്രികോണമാണ്, ഇവിടെ ഒരു ത്രികോണമുണ്ട്. അപ്പോൾ 3, അതായത് കുറച്ചുകൂടി വലിയ 3 ത്രികോണങ്ങൾ കൂടിയുണ്ട്. കൂടാതെ ഈ ഒരു വലിയ ത്രികോണം കൂടിയുണ്ട്. അതായത് ആകെ 13 ത്രികോണങ്ങളുണ്ട്. എട്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പഠന നേട്ടങ്ങളിൽ ലോവർ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികൾ നേടേണ്ട പഠന നേട്ടം ഏത്? ഓപ്ഷൻ എ തന്നിരിക്കുന്ന ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുന്നതിന്. ഓപ്ഷൻ ബി 2 മൂന്നക്ക സംഖ്യകളുടെ തുക കാണുന്നതിന്. ഓപ്ഷൻ സി എല്ലാതരം ജ്യാമിതീയ രൂപങ്ങളും അവയുടെ പ്രത്യേകതകളും തിരിച്ചറിയുന്നതിന്. ഓപ്ഷൻ ഡി തന്നിരിക്കുന്ന അളവുകൾ ഉപയോഗിച്ച് ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിന്. ഇത് ലോവർ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പഠന നേട്ടമാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി, അതായത് 2 മൂന്നക്ക സംഖ്യകളുടെ തുക കാണുന്നതിന് എന്നതാണ് ഉത്തരം. 9ാമത്തെ ചോദ്യം, 2022 സ്വാതന്ത്ര്യ ദിനം മുതൽ ആ വർഷത്തെ ഗാന്ധി ജയന്തി ദിനം വരെ ആകെ എത്ര ദിവസങ്ങളുണ്ട്? അതായത് ഓഗസ്റ്റ് 15 മുതൽ, അതായത് ഓഗസ്റ്റ് 15 കൂടി പരിഗണിക്കും, മുതൽ ഒക്ടോബർ 2 വരെ ആകെ എത്ര ദിവസങ്ങളുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റിൽ ഇനി എത്ര ദിവസങ്ങളുണ്ട്? 16 അല്ലേ. ഈ ഓഗസ്റ്റ് 15 കൂടി കൂട്ടുന്നുണ്ട്, അതിനാൽ 17 ദിവസങ്ങളാണ് ഓഗസ്റ്റിലുള്ളത്. സെപ്റ്റംബർ മാസം നമുക്ക് മുഴുവനായിട്ട് കൂട്ടാം, അതായത് 30 ദിവസങ്ങളുണ്ട്. പ്ലസ് ഒക്ടോബർ 2 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഒക്ടോബർ 1ഉം 2ഉം ഉൾപ്പെടും, അതായത് 2 ദിവസങ്ങൾ. അങ്ങനെ ആകെ 17 30ഉം 47 2ഉം 49. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 2.5 കിലോ മാങ്ങയുടെ വില 105 രൂപയാണ് എങ്കിൽ 4 കിലോ മാങ്ങയുടെ വില എത്ര?
2.5 കിലോ മാങ്ങയ്ക്ക് 105 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ ഡബിൾ എടുക്കാം. 5 കിലോ മാങ്ങയ്ക്ക് 210 രൂപയായിരിക്കും അല്ലേ, നേരെ ഡബിൾ. ഇനി 1 കിലോ മാങ്ങയുടെ വില കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിനെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. 210നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 210ൻ്റെ നേരെ ഡബിൾ എടുക്കുക, 420 അല്ലേ. ഇവിടെ ഒരു ദശാംശം ഇങ്ങോട്ട് മാറ്റിയാൽ മതി. അതായത് 42 42 രൂപയാണ് 1 കിലോ മാങ്ങയുടെ വില. ഓക്കെ, നമ്മളോട് ഇവിടെ 4 കിലോ മാങ്ങയുടെ വിലയാണ് ചോദിച്ചത്. അപ്പോൾ 4 × 42 = 168 രൂപ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ.